ഹലോ മോൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് നിങ്ങൾ തമ്പനിയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഡിഗ്രി പാസ് ഔട്ട് ആയിട്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഒരു ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈമിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു കരുകൂടി പറയട്ടെ. ഇപ്പൊ നമുക്ക് ഓഗസ്റ്റ് 15th ബന്ധപ്പെട്ടുകൊണ്ട് AZB അക്കാഡമിയിൽ ഒരു അടിപൊളി ഓഫർ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഏത് കോഴ്സ് എടുത്താലും PSC, SSC, RRB ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ കോഴ്സിൽ 10% ഫ്രീഡം സെയിൽ ഓഫർ കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ എടുക്കാനായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാഷിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ ബെസ്റ്റ് ടൈമാണ്. ജസ്റ്റ് ഗോ ടു പ്ലേ സ്റ്റോർ. അതിൽ നിന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം കോഴ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതിൽ യൂസ് ചെയ്യേണ്ട കോഡ് ഫ്രീഡം എന്നുള്ളൊരു കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വർഷം ഇനി വരാനിരിക്കുന്ന, അതായത് നോട്ടിഫിക്കേഷൻ വന്ന് പുതുതായിട്ട് PSCയിലേക്ക് ഇറങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഡിഗ്രി ലെവലിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാം ഏതാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓൾറെഡി എന്താണ് നിങ്ങളുടെ ഡിഗ്രി ക്വാളിഫൈ കഴിഞ്ഞ് നിൽക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കോഴ്സിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ അടിപൊളിയായിട്ട്, അതായത് PSC നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ പോയി PSC രജിസ്റ്റർ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പോസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, എക്സൈസ് ഇൻസ്പെക്ടർ. ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഗേൾസിനും ബോയ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ പോയി നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി നിലവിൽ നമുക്ക് കഴിഞ്ഞതാണ് ഒന്ന് SBCID എന്ന് പറയുന്നത്. ഓൾറെഡി അത് വന്നു, അതിന്റെ അപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് പ്രൊഫൈൽ ആക്റ്റീവ് ആയിട്ടുള്ളത് എക്സൈസ് ഇൻസ്പെക്ടർ ആണ്. ഇനി വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻ, അതായത് ഈ വരുന്ന 2027, ഇതിപ്പോ എന്തായാലും ഓഗസ്റ്റ് കഴിഞ്ഞു, ഓഗസ്റ്റ് ആയി, ഇനിയിപ്പോ ഓഗസ്റ്റ് മിഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ 2025 തീരുകയാണ്. ഇനി 2026 നിങ്ങൾക്ക് അതിനുള്ള എക്സാമുകളും വരികയാണ്. ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ 2 നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ വരുന്ന വീഡിയോയിൽ വരുന്ന സ്ലൈഡുകളിൽ പറയുന്നുണ്ട്. ദെൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ജയിലർ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, അസിസ്റ്റന്റ് ഡയറക്ടർ, നാഷണൽ സേവിങ്സ് ഗസറ്റഡ് പോസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നമ്മളുടെ കമ്പനി ബോർഡിന്റെ നോക്കാം. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ 2 നോട്ടിഫിക്കേഷൻ ആണ് വരുന്നത്. നിങ്ങൾക്ക് ഒരു ഡിസംബർ 2025 മറ്റൊന്ന് 2026 ജനുവരിയിലുമായിട്ട് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം KSRTC, SFCK, KSFDCയിലേക്കൊക്കെ വരുന്നതും, മറ്റൊന്ന് നമുക്ക് KSCF, KSCB, KSFE ഓലൊക്കെ വരുന്നൊരു നോട്ടിഫിക്കേഷനാണ് അടുത്തത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്താലും ഏറ്റവും കൂടുതൽ വേക്കൻസീസ് കമ്പനി കോർപ്പറേഷൻ അണ്ടറിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും ഏറ്റവും കൂടുതലായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 പോസ്റ്റാണ് നമ്മൾ പറഞ്ഞ കമ്പനി ബോർഡിലേക്കും അതുപോലെ തന്നെ ഏതാണ് നമുക്ക് വരുന്ന KSRTC, അതുപോലെ തന്നെ KCB തുടങ്ങിയ ഏരിയയിലേക്ക്. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് ഗ്രേഡ് 2ന്റെ KSRTCയുടെ ആണ്. അപ്പോൾ നമുക്ക് ഇതുവരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് 24 വന്നു, 27 നമുക്ക് അതിന്റെ കാലാവധി തീരുകയാണ്. അപ്പൊ ഏകദേശം 769 വേക്കൻസി ഇവിടെ മാത്രം പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളുടെ കമ്പനി ബോർഡ്, KSFE, KCBയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2000ന്റെ അടുത്തോളം നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, അഡ്വൈസ് ഒരു 1.5 വർഷം കൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ നിയമനം നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് പഠിക്കാം എന്ന് വിചാരിച്ചിരുന്നാൽ നിങ്ങൾ ചെയ്യുന്ന വളരെ ശുദ്ധ മണ്ടത്തരമാണ്. അപ്പോൾ എക്സാമിന് ഇപ്പോഴേ മുതൽ നിങ്ങൾക്കറിയാം സ്റ്റാൻഡേർഡ് ഓഫ് എക്സാം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ ഓരോ വർഷം കൂടുമ്പോൾ കൂടിക്കൂടി വരികയാണ്. സോ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വളരെ ബേസിൽ ഇപ്പോഴേ മുതൽ കുറേശ്ശെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് എന്താണ് എക്സാം സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി അതുപോലെ തന്നെയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു വർഷങ്ങൾ വരെ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ഇമ്പോർട്ടൻസ് കൊടുത്തു നിന്നിരുന്ന ഒരു എക്സാം ആയിരുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ
നമുക്ക് നിയമനങ്ങൾ 257 ആണ്. നമുക്ക് നിയമനങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റ് തന്നെയാണ്. അതുപോലെ വിവിധ യൂണിവേഴ്സിറ്റീസിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെന്റ് എക്സാം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒക്കെ വിളിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അഡ്വൈസ് പോകുന്നത് കുറവാണ്. ലാസ്റ്റ് അഡ്വൈസ് പോയത് 18/6/2024 അത് ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അടുത്ത പോസ്റ്റ് ഡിഗ്രി ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, എക്സൈസ് ഇൻസ്പെക്ടർ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ലൈ ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഇതിൽ 158 വേക്കൻസീസ് ആണ്, അഡ്വൈസ് ആണ് ടോട്ടൽ പോയിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അത്രയും വേക്കൻസി ഇവിടെ എന്തായാലും ഉണ്ടാവില്ല. ഓൾറെഡി നമുക്ക് വേക്കൻസി തന്നിട്ടുണ്ട്. കോവിഡ് ഒക്കെ കാരണം കുറച്ച് നീണ്ടുപോയി. അതുകൊണ്ടാണ് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ഇപ്പൊ ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എക്സൈസ് ഇൻസ്പെക്ടർ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വരുന്നിരിക്കുന്ന മറ്റ് 2 പ്രധാനപ്പെട്ട പോസ്റ്റുമാണ്. ജയിലറും വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 30-ന്റെ അടുത്തെങ്ങാണ്ട് അഡ്വൈസ് ഒക്കെയാണ് പോയിട്ടുള്ളൂ. ഇനി അസിസ്റ്റന്റ് ഡയറക്ടർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും നല്ല പോസ്റ്റുകളാണ്. പക്ഷെ വിളിച്ചിരിക്കുന്ന അഡ്വൈസ് പോയിരിക്കുന്നത് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു 20-ൽ താഴെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പോയി, അല്ലെങ്കിൽ 50-ൽ താഴെയാണ് പോയിട്ടുള്ളൂ. പക്ഷെ ഇതെന്താണ്, ഗസറ്റഡ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ്. നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞ് നല്ല രീതിയിൽ വേണ്ടി പ്രിപ്പയർ ചെയ്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോസ്റ്റിലേക്ക് ഡയറക്റ്റ് എന്താണ് ഗസറ്റഡ് ആയിട്ടുള്ള ഒരു എൻട്രി ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സാമുകൾക്കെല്ലാം നിങ്ങൾ സെപ്പറേറ്റ് ഇനി പഠിക്കേണ്ട കാര്യമില്ല. അതായത് ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് PSC എക്സാം നടത്തുന്നത് എങ്ങനെയാണ്, ഒരൊറ്റ എക്സാം ആണ്. അതായത് ഡിഗ്രി പ്രിലിംസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, PSC നടത്തുന്നത്. ഇനി നിങ്ങൾ ഇതിനെല്ലാം കൂടി ഒരു സിലബസ്, സിംഗിൾ സിലബസ് ആയിരിക്കും ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. ഇതിനൊക്കെ സിലബസ് വരുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. സിംഗിൾ സിലബസ് വെച്ച് പഠിച്ചതിന് ശേഷം ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും ഇതിന് ഓരോന്നിനും പ്രത്യേക കട്ട് ഓഫ് ആയിരിക്കും. ഓക്കെ, അതിനുശേഷം ആ കട്ട് ഓഫ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് ഒരു സെപ്പറേറ്റ് മെയിൻസ് എക്സാം ആയിരിക്കും നടത്തുന്നത്. ആ സെപ്പറേറ്റിനകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് സ്പെഷ്യൽ ടോപ്പിക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് പേപ്പർ 2-ൽ വരും. ഇങ്ങനെയാണ് ഓരോ എക്സാം എന്ത് ചെയ്യുന്നത്, അവർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനെല്ലാം കൂടി നിങ്ങൾക്കൊരു സിംഗിൾ കോഴ്സാണ് നമ്മളുടെ ജ്വാല എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ്. ഇപ്പൊ നിങ്ങൾക്ക് 10% ഓഫ് ഉണ്ട്. ഇതിൽ നിന്നും എന്ത് ചെയ്യും, ഓഫർ കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എവിടെ ചെന്നാലും കിട്ടും അല്ലെ. ക്ലാസ്സുകളുടെ ക്വാളിറ്റി മനസ്സിലാക്കി നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ടിന് ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് EZB അക്കാഡമി നിങ്ങൾക്ക് നൽകുന്നത്. ഇതിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത്, നമ്മളിവിടെ റാങ്ക് ബൂസ്റ്റർ എന്ന് പറഞ്ഞ 50 മാർക്ക് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫേഴ്സ്, ഇതിലെ ഈ ഒരു ഏരിയയ്ക്ക് ഈ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങളെ അതിൽ തന്നെ 50 മാർക്കിലേക്ക് ഫസ്റ്റ് ഡേ 1 തൊട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കും. ഓരോ ഡേയിൽ നിങ്ങൾക്ക് 3 ക്ലാസ്, ടൈം ടേബിൾ പ്രകാരം 3 ക്ലാസ്, അതിൻ്റെ PDF നോട്ട്സ്, അതിൻ്റെ എക്സാം, ഇങ്ങനെ ഡേ 1, ഡേ 2, ഡേ 3 ഓരോ ഡേയും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു 60 അല്ലെങ്കിൽ ഒരു 70 ഡേയ്സ് കൊണ്ട് സിലബസ് ഫുള്ളും നിങ്ങൾക്ക് കവർ ചെയ്തിട്ട് ബാക്കിയുള്ള ഡേയ്സിൽ മാക്സിമം നിങ്ങൾക്ക് റിവിഷൻസും മോക്ക് ടെസ്റ്റും MCQs ഒക്കെ ചെയ്യാം. ഇനി 60 ഡേ കൊണ്ട് നിങ്ങൾക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഡേ പെൻഡിങ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെന്റർഷിപ്പിനോട്, നിങ്ങൾക്ക് മെന്ററുണ്ട്, മെന്ററുമായിട്ട് സംസാരിച്ച് ആ 60 എന്നുള്ളത് 120 ഡേയ്സിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ആ ടൈം ടേബിൾ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ്, ഏറ്റവും മികച്ച ക്വാളിറ്റി, ഞങ്ങൾ പറയും പോലെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പ്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കൊന്ന് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കോഴ്സിൽ നിങ്ങൾക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആപ്പിൽ പോയി പർച്ചേസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു സോ മച്ച്.